ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കം കുറിക്കുകയാണ് കോഴിക്കോട്ട്. 21 വർഷങ്ങൾക്കു ശേഷം നാഗ്ജി ഫുട്ബോൾ കോഴിക്കോട്ട് തിരിച്ചെത്തുന്നു. വിദേശ ക്ലബ്ബുകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ടൂർണമെന്റിന്റെ വിശേഷങ്ങൾ കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു. നിയമനാധികാരവും ശമ്പളവും നൽകാതെ അധ്യാപകരോട് കാണിക്കുന്ന നീതി നിഷേധം അവസാനിപ്പിക്കണമെന്ന് നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സ് ഫോറം. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണ പരിപാടികൾ. മാനാഞ്ചിറയിൽ മനുഷ്യച്ചങ്ങലയും മാജിക് ഷോയും. വാർത്തകൾ വിശദമായി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു. മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് വർഗീയ നയങ്ങൾക്കും സംസ്ഥാനത്തെ ജനദ്രോഹ അഴിമതി ഭരണത്തിനുമെതിരെ RMP, SUCI, MCPI എന്നിവയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയും പാതകളും RMP, SUCI, MCPI തുടങ്ങിയവർ ഉൾപ്പെട്ട ഇടതുപക്ഷ ഐക്യമുന്നണികളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചും ധർണയും RMP സംസ്ഥാന സെക്രട്ടറി N. വേണു ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് വർഗീയ നയങ്ങളും സംസ്ഥാനത്തെ അഴിമതിയും അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മാറി മാറി വരുന്ന UDF, LDF സർക്കാരുകൾ ജനവിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. കാർഷിക മേഖലയിലെ അഴിമതികൾ വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. മാറി മാറി UDF-ഉം LDF-ഉം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അനുഭവത്തിൽ UDF, LDF പ്രത്യക്ഷത്തിൽ വ്യത്യാസമുണ്ട് എന്ന് തോന്നാൻ കഴിയാത്ത രൂപത്തിൽ ഇവർ ഒരേ മുഖങ്ങളുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ കാലഘട്ടത്തിൽ UPA ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാടുകൾ കേന്ദ്രത്തിൽ സ്വീകരിച്ചപ്പോൾ കേരളത്തിൽ അന്ന് ഭരിച്ചിരുന്ന VS അച്യുതാനന്ദന്റെ ഗവൺമെന്റും UPA ഗവൺമെന്റിന്റെ അതേ നിലപാടുകൾ തന്നെയാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഭൂമി പിടിച്ചെടുക്കൽ ഓർഡിനൻസ് പിൻവലിക്കുക, റെയിൽവേയുടെ സ്വകാര്യവൽക്കരണവും അതിഭീമമായ ചാർജ് വർധനവുകളും പിൻവലിക്കുക, വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയുടെ വർഗീയവൽക്കരണം തടയുക, പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നടപടികളിൽ നിന്നും സർക്കാർ പിന്തിരിയുക, അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുക, പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത്. പരിപാടിയിൽ A. ശേഖർ അധ്യക്ഷത വഹിച്ചു. RMP ജില്ലാ ചെയർമാൻ K. കുഞ്ഞിക്കണാരൻ സംസാരിച്ചു. രക്തദാതാക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ മനുഷ്യച്ചങ്ങലയും ബോധവൽക്കരണ മാജിക് ഷോയും സംഘടിപ്പിച്ചു. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഒക്ടോബർ 1 ദേശീയ സന്നദ്ധ രക്തദാന ദിനം. രക്തദാനം ജീവന്റെ ഭാഗമാണ്. ജീവന്റെ തുടിപ്പിനെ നാം സ്വയം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ അത് മറ്റൊരു പുണ്യപ്രവൃത്തിയാകുന്നു. രക്തദാനത്തിലൂടെ നാം നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് ജീവൻ പകർന്നു നൽകുകയും ചെയ്യുന്നു. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി രക്തദാതാക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ 1000 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ അണിനിരന്ന മനുഷ്യച്ചങ്ങലയും ബോധവൽക്കരണ മാജിക് ഷോയും സംഘടിപ്പിച്ചു. സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം, ആവശ്യകത, ഗുണങ്ങൾ എന്നിവയെക്കുറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളിലും പ്രത്യേകിച്ച് യുവജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം.
ആരോഗ്യമുള്ള ഓരോ വ്യക്തിയും കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ച് രക്തം ദാനം ചെയ്യുന്നതിലൂടെ മാത്രമേ രക്തത്തിന്റെ ലഭ്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ കഴിയൂ എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ഈ ദിനാചരണം സഹായകമാകുന്നു. രക്തദാതാക്കൾ പ്രത്യാശയുടെ പൊൻകിരണമാകുന്നു. രക്തദാനം ഒരു ശീലമാക്കൂ എന്നുള്ളതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. 18നും 65നും മധ്യേ പ്രായവും കുറഞ്ഞത് 45 കിലോഗ്രാം ഭാരവും ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും 3 മാസം കൂടുമ്പോൾ രക്തം ദാനം ചെയ്യാവുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ രക്തം ദാനം ചെയ്യുന്നതിലൂടെ രക്തദാതാവിനും ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കുന്നു. രക്തദാനം തികച്ചും സുരക്ഷിതമായ ഒരു പ്രവൃത്തിയാണ്. സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന രക്തബാങ്കുകളിലും രക്തദാന ക്യാമ്പുകളിലും രക്തം ദാനം ചെയ്യാവുന്നതാണ്. സന്നദ്ധ രക്തദാന പ്രോത്സാഹന പരിപാടിയുടെ ഭാഗമായി ബ്ലഡ് മൊബൈൽ അഥവാ സഞ്ചരിക്കുന്ന രക്തബാങ്ക് എന്ന ശീതീകരിച്ച ബസും സന്നദ്ധ രക്തദാതാക്കളിൽ നിന്നും രക്തശേഖരണം നടത്തുന്നുണ്ട്. കൂടാതെ രക്തദാന ക്യാമ്പുകളിൽ നിന്നും ശേഖരിക്കുന്ന രക്തം രക്തബാങ്കുകളിൽ എത്തിക്കുന്നതിനു വേണ്ടി എല്ലാ ജില്ലകളിലും ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങളുടെ സേവനവും ലഭ്യമാണ്. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 11-ന് കോഴിക്കോട് മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടക്കും. ദിനാചരണത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ജില്ലാതല ഉദ്ഘാടന പരിപാടികൾ, രക്തദാന ക്യാമ്പുകൾ, ബോധവൽക്കരണ റാലി, ബോധവൽക്കരണ ക്ലാസുകൾ, വിവിധ മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും. കൂടാതെ 1 മാസം നീണ്ടുനിൽക്കുന്ന രക്തദാന ക്യാമ്പുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കുന്നുമുണ്ട്. അധ്യാപക സമൂഹത്തിന്റെ ഭാവി സ്വപ്നങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും തകർക്കുന്ന സർക്കാർ നിലപാടിനെതിരെ നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സ് ഫോറവും കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. അധ്യാപകർക്ക് നിയമനാധികാരം നൽകാതെ ശമ്പളം നിഷേധിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന തലത്തിൽ നടത്തുന്ന സമരത്തിന് ഒക്ടോബർ 3-ന് കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ തുടക്കം കുറിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. 2011-12 അധ്യയന വർഷം മുതൽ നിയമിക്കപ്പെട്ട അധ്യാപകരുടെ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ അനുശാസിക്കുന്ന 1:45 അനുപാതത്തിൽ രാജി, മരണം, റിട്ടയർമെന്റ്, പ്രമോഷൻ ഒഴിവുകളിലേക്ക് നടത്തിയിട്ടുള്ള നിയമനങ്ങൾക്ക് പോലും അംഗീകാരം ലഭിച്ചിട്ടില്ല. കാലങ്ങളായി അവധി ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട അധ്യാപകരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നിയമം നൽകുന്ന പരിരക്ഷ ഉറപ്പാക്കേണ്ട ഭരണാധികാരികൾ നടപടിക്രമങ്ങളിൽ കാണിക്കുന്ന അലംഭാവം ആയിരക്കണക്കിന് അധ്യാപകരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ 2.5 വർഷക്കാലമായി തുടർച്ചയായി ശമ്പളമില്ലാതെ എല്ലാ ജോലികളും അധ്യാപകർ, പഴയതുപോലെയല്ല, പ്രായമുള്ള അധ്യാപകർ സർവീസ് പീരീഡിൽ പ്രവേശിക്കേണ്ട സർക്കാർ നിയമങ്ങളുടെ ഏറ്റവും അടുത്തെത്തി നിൽക്കുന്ന ആളുകൾ നിയമനം ലഭിക്കാതെ വന്നാൽ അവർ സർവീസിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ, 2.5 വർഷക്കാലമായി ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ജോലി ചെയ്യുകയും ഒരു പ്രതിഫലവുമില്ലാതെ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മറ്റെന്തെങ്കിലും തൊഴിലുകളൊക്കെ സൈഡായി വൈകുന്നേരങ്ങളിലൊക്കെ പോയി ചെയ്ത് കുടുംബം പോറ്റേണ്ട അവസ്ഥ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ്. ആ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച കോഴിക്കോട് DDE ഓഫീസിലേക്ക് നടക്കുന്ന ഒരു മാർച്ചും ധർണയോടും കൂടി നടക്കുകയാണ്. അധ്യാപകർക്ക് നീതി ലഭ്യമാക്കാൻ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെയും നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സ് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒക്ടോബർ 3-ന് ശനിയാഴ്ച രാവിലെ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾ താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയോ സിഞ്ചനാലിൽ ഉദ്ഘാടനം ചെയ്യും. 21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാഗ്ജി ഇന്റർനാഷണൽ ക്ലബ് ഫുട്ബോൾ കോഴിക്കോട്ടേക്ക് തിരിച്ചുവരുന്നു. KDFA നേതൃത്വത്തിൽ ആസ്മിൻ സ്പോർട്സ് ഇന്ത്യ ലിമിറ്റഡ് LLPയുടെ പിന്തുണയോടെയാണ് നാഗ്ജി ഫുട്ബോൾ മത്സരം വീണ്ടും ആവേശമുണർത്തുന്നത്. 2016 ജനുവരി 22 മുതൽ ഫെബ്രുവരി 27 വരെയാണ് മത്സരങ്ങൾ. ജർമ്മനിയിൽ നിന്നുള്ള ഹെർദ ബെർലിൻ SC ഉൾപ്പെടെയുള്ള 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആഗോളതലത്തിലുള്ള ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം നാഗ്ജിയിൽ ഇതാദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. 1952 ആരംഭിച്ച നാഗ്ജി ഫുട്ബോൾ 35 വർഷം തുടർച്ചയായി മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം 1995 നവീകരിക്കുന്ന വർഷം മുതൽ മത്സരം മുടങ്ങിപ്പോയി. നാഗ്ജി കുടുംബം, കോഴിക്കോട് കോർപ്പറേഷൻ, സൗത്ത് ഇന്ത്യൻ ഫുട്ബോൾ ഫോറം എന്നിവരാണ് മത്സരം പുനരാരംഭിക്കുന്നതിനായി KDFA സഹായിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 2 ഗ്രൂപ്പുകളിലായി 4 ടീമുകൾ വീതം പങ്കെടുക്കും. www.kozhikode.fa.com എന്ന പേരിൽ പുതിയ വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ജില്ലാ കളക്ടർ N. പ്രശാന്ത് നിർവഹിച്ചു. വെബ്സൈറ്റ് ഉദ്ഘാടന ചടങ്ങിൽ KDFA പ്രസിഡന്റ് ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, KDFA വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ MLA, KDFA സെക്രട്ടറി P. ഹരിദാസ്, ആസ്പെൻ സ്പോർട്സ് ഇന്ത്യ LLP ചെയർമാൻ ഹിഫ്സുർ റഹ്മാൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, PA ഹംസ എന്നിവർ സംസാരിച്ചു.
MT പത്മ, P കിഷൻചന്ദ്, NC അബൂബക്കർ, KJ മത്തായി, TP ദാസൻ, K അബൂബക്കർ, CJ റോബിൻ, ഭാസി മലാപ്പറമ്പ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളുടെ സംരക്ഷണത്തിൽ മതങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി മതപണ്ഡിതന്മാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ചൈൽഡ് ലൈനിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടി ജില്ലാ സബ് ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സംരക്ഷണത്തിൽ മതങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി മതപണ്ഡിതന്മാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ചൈൽഡ് ലൈനിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടി ജില്ലാ സബ് ജഡ്ജി RL ബൈജു ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ബാലപീഡനങ്ങൾക്കെതിരെ മതപണ്ഡിതന്മാർ മുഖേന ശക്തമായ ബോധവൽക്കരണം നടത്താൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കൂടുതൽ കഴിയുന്നത് ഓരോ വിഭാഗത്തിലെയും മതപണ്ഡിതർക്കാണ്. നിയമം മുഖേന ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ പണ്ഡിതന്മാർക്ക് കഴിയും. ഇതിലൂടെ പൊതുജനങ്ങൾക്ക് കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള നല്ല അവബോധം ലഭിക്കുന്നു. ഇതുകൂടാതെ കുട്ടികളെ പ്രത്യേക തരത്തിൽ സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് ഏറ്റവും നല്ല മാർഗം മതപണ്ഡിതന്മാർ നല്ല മാർഗനിർദ്ദേശം നൽകുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് മതവിഭാഗക്കാർക്കിടയിൽ തന്നെയാണ്. ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പെട്ടെന്ന് തീരുമാനമുണ്ടാവുകയും ചെയ്യുന്നു. ഇന്ന് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ നിരവധി കുട്ടികളാണ് ചിൽഡ്രൻസ് ഹോമിൽ 21 വയസ്സുവരെ കഴിയുന്നത്. എന്നാൽ ഇതിനുശേഷം ഇവരുടെ ഭാവി എന്താണെന്നോ എത്ര പേർ പുറത്തിറങ്ങുന്നുവെന്നോ ഉള്ള കണക്കുകൾ പോലും ലഭ്യമാകുന്നില്ല. ഇതിലും നടപടികൾ ആവശ്യമാണ്. നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകി മതപണ്ഡിതർ തന്നെ ബോധവൽക്കരണം നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷീബ മുന്താസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചൈൽഡ് ലൈൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അലി MP, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ചൈൽഡ് ലൈൻ കോഴിക്കോട് സെന്റർ കോർഡിനേറ്റർ സുലൈമാൻ PP തുടങ്ങിയവർ സംസാരിച്ചു. ഏകദിന ശില്പശാലയിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നടന്നു. ജില്ലാ സബ് ജഡ്ജി RL ബൈജു ലൈംഗികാതിക്രമത്തിൽ നിന്നും കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 കുറിച്ചും കോഴിക്കോട് സ്കൂൾ ജാഗൃതി സമിതി ജില്ലാ കോർഡിനേറ്റർ ശശികുമാർ പുറമേരി ശിശു സംരക്ഷണത്തിൽ മതങ്ങളുടെ താൽപര്യം എന്ന വിഷയത്തെക്കുറിച്ചും മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് ഉള്ളത്ത് കുട്ടികളുടെ അവകാശങ്ങളും ജുവൈനൽ ജസ്റ്റിസ് ആക്ടും എന്നീ വിഷയങ്ങളെക്കുറിച്ചും ക്ലാസുകൾ നൽകി. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഗുണ്ടൽപേട്ടിൽ മാത്രമല്ല കേരളക്കരയിലും ചെണ്ടുമല്ലി സമൃദ്ധമായി വളരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കൊയിലാണ്ടി SNDP കോളേജിലെ NSS വിദ്യാർത്ഥികൾ. കൃഷിവകുപ്പ് നൽകിയ വിത്തുപയോഗിച്ച് 1 ഏക്കർ സ്ഥലത്ത് 2 ഘട്ടങ്ങളിലായാണ് ചെണ്ടുമല്ലി വിളയിച്ചെടുത്തിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തോടൊപ്പം തരിശുഭൂമിയിൽ ചെണ്ടുമല്ലി പൂവിരിച്ച് കാർഷിക രംഗത്ത് പുത്തൻ തുടക്കമിട്ടിരിക്കുകയാണ് കൊയിലാണ്ടി SNDP കോളേജിലെ NSS വിദ്യാർത്ഥികൾ. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കുന്ന വിദ്യാലയങ്ങളിൽ കൃഷി വ്യാപനത്തിന്റെ ഭാഗമായാണ് ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത്. ഗൂഡല്ലൂരിൽ നിന്ന് കൃഷിവകുപ്പ് നൽകിയ ആഫ്രിക്കൻ ഇനമായ മാരേജ് ഗോൾഡൻ, ഗോൾഡൻ ഐലോ എന്നീ ഇനങ്ങളും നാടൻ ഇനങ്ങളുമാണ് കൃഷി ചെയ്തത്. 45 ദിവസം കൊണ്ട് വിളവെടുപ്പിന് പാകമാവുന്ന പൂവ് കൃഷിവകുപ്പ് തന്നെ ഏറ്റെടുത്ത് വിപണിയിലെത്തിക്കും. 1 ഏക്കർ സ്ഥലത്ത് 2 ഘട്ടമായിട്ടാണ് കൃഷി ചെയ്തത്. ദിവസവും നനയ്ക്കാൻ വിദ്യാർത്ഥികളെ 20 വീതം ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് പരിപാലിച്ചു വരുന്നത്. ജൈവ കൃഷി രീതിയാണ് നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക ബോധം വളർത്താൻ ഇത് സഹായിക്കുമെന്നും അധ്യാപകർ പറയുന്നു. അപ്പോൾ അത് തന്നെ കുട്ടികളുടെ ഒരു വലിയ നേട്ടമായിട്ടാണ്. കുട്ടികൾ ഇത്തരം പരിപാടികളിൽ സജീവമായി പങ്കാളികളാകുമ്പോൾ അവർക്ക് ഈ കൃഷിയോടും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോടും കൂടുതൽ താല്പര്യം ഉണ്ടാവുന്നതാണ് ഇതിന്റെ ഒരു ആത്യന്തികമായ ഒരു ഗുണം എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു. മണ്ണിന്റെ ഘടനയും കാലാവസ്ഥയും പ്രതികൂലമായ സാഹചര്യത്തിലും ആദ്യമായി കൃഷിയിലിറങ്ങിയ വിദ്യാർത്ഥികൾ നിറഞ്ഞ സന്തോഷത്തിലാണ്. കാരണം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. കൃഷി തുടങ്ങുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു വിജയം കാഴ്ചവെക്കാൻ കഴിയുമെന്ന്.
കാരണം മണ്ണിന്റെ ഘടനയും കാലാവസ്ഥയും ഞങ്ങൾക്ക് വളരെ പ്രതികൂലമായിരുന്ന ഒരു അവസ്ഥയിലാണ് ഇത്രയും വലിയൊരു വിജയം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ NSSന്റെ ഭാഗമായി ഇത്രയും നല്ലൊരു കൃഷി ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു. അതിലേറെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ആദ്യമായാണ് ഇങ്ങനെയൊരു കൃഷി ആരംഭിച്ചത്. വിദ്യാർത്ഥികൾ ഒരുപാട് താല്പര്യത്തോടെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളതെന്ന് NSS പ്രോഗ്രാം ഓഫീസർ ചാന്ദിനി പറഞ്ഞു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംരംഭം ഞങ്ങൾ ഈ കോളേജിൽ തുടങ്ങിയത്. ഏകദേശം 1 ഏക്കറിൽ ഈ കൃഷി തുടങ്ങാനാണ് പരിപാടി ഇട്ടിരുന്നതെങ്കിലും 2 ഘട്ടങ്ങളിലായിട്ടാണ് ഞങ്ങൾ ഇത് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൊയിലാണ്ടി കൃഷിഭവന്റെ കൂടെ സഹകരണത്തോടു കൂടെയാണ് ഞങ്ങൾ ഇവിടെ ഈ പ്രൊജക്ട് ആരംഭിച്ചത്. ഒരുപാട് സന്തോഷത്തോടുകൂടെയും ഒരുപാട് താല്പര്യത്തോടു കൂടെയാണ് ഇവിടെ നമ്മുടെ എല്ലാ കുട്ടികളും ഇതിന് സജ്ജരായി വന്നിട്ടുള്ളത്. നിന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്നേ നിന്നെ കേട്ടാൽ ഇന്നുവരെ വന്നില്ലാരും. കേരള ഫുട്പാത്ത് മർച്ചന്റ്സ് യൂണിയൻ HMSന്റെ ജില്ലാ കൺവെൻഷൻ ജനതാദൾ യു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്നു. HMS ജില്ലാ സെക്രട്ടറി ബിജു ആന്റണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ കണക്കെടുപ്പ്, കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം എന്നിവ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളുടെ പശ്ചാത്തലത്തിലാണ് കേരള ഫുട്പാത്ത് മർച്ചന്റ്സ് യൂണിയൻ HMS നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ജനതാദൾ യു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ HMS ജില്ലാ സെക്രട്ടറി ബിജു ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കണക്കെടുപ്പ് പൂർത്തിയായി ഈ പദ്ധതി പൂർത്തീകരണം ആകുന്നതോടുകൂടി നിങ്ങൾക്ക് ലൈസൻസ് തരുന്നു, അതുവഴി നിങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് തരുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷ നിങ്ങൾക്കുണ്ടാവും. TP കുഞ്ഞോൻ അധ്യക്ഷനായിരുന്നു. JDU നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ജയൻ വെസ്റ്റിഹിൽ, HMS സിറ്റി പ്രസിഡന്റ് ഗഫൂർ പുതിയങ്ങാടി, JDU നോർത്ത് മണ്ഡലം സെക്രട്ടറി KB ജയാനന്ദ്, രവീന്ദ്രൻ MV, സുനി എന്നിവർ സംബന്ധിച്ചു. സൗജന്യമായ ധനസഹായങ്ങൾ വരെ ഗവൺമെന്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്. അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബേപ്പൂർ തുറമുഖത്ത് 150 മീറ്റർ നീളത്തിൽ പുതിയ വാർഫ് നിർമ്മിക്കാൻ പദ്ധതി. 56 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രോജക്ട് റിപ്പോർട്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് തയ്യാറാക്കി. ഇത് തുറമുഖ വകുപ്പിന് സമർപ്പിച്ച് ഭരണാനുമതിയായാൽ നിർമ്മാണ നടപടി തുടങ്ങാനാകും. നിലവിലെ പുതിയ വാർഫ് മുതൽ ബീച്ച് കവാടം വരെ നദീതീരത്ത് RCC വാർഫ് പണിയാനാണ് പദ്ധതി. തുറമുഖത്തെ പുതിയ വാർഫിനോട് ചേർന്ന് 20 മീറ്റർ പുഴയിലേക്ക് തള്ളി 60 മീറ്റർ വീതിയിലാണ് വാർഫിന്റെ കരട് രൂപം. ഇതിനാൽ ജങ്കാർ ജെട്ടിയും ബീച്ചിലേക്കുള്ള റോഡും മാറ്റി സ്ഥാപിക്കേണ്ടി വരും. ബീച്ചിലേക്ക് പോകുന്ന റോഡ് വാർഫിലേക്ക് ഉൾപ്പെടുമെന്നതിനാൽ സമീപത്തെ തുറമുഖ വകുപ്പ് ഭൂമി പ്രയോജനപ്പെടുത്തി പുതിയ പാതയൊരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം വാർഫിൽ 150 മീറ്റർ യാർഡും ചുറ്റുമതിലും പദ്ധതി വിഭാവനം ചെയ്യുന്നു. മറീന ജെട്ടിയോട് ചേർന്ന് പുഴയിലേക്ക് കല്ലിട്ട് ജങ്കാർ സർവീസിന് ബദൽ ജെട്ടി ഒരുക്കാനാണ് ഉദ്ദേശം. 2 വാർഫുകളിലായി നിലവിൽ 310 മീറ്റർ നീളത്തിലാണ് ബേപ്പൂർ തുറമുഖത്ത് വാർഫുള്ളത്. ഇതിൽ പഴയ വാർഫ് എക്കാലത്തും ഉപയോഗപ്രദമാണെങ്കിലും 2002 പണിത 160 മീറ്റർ പുതിയ വാർഫിൽ തിരതള്ളൽ ശക്തമാണ്. കടലിളക്കമുണ്ടാകുമ്പോൾ വാർഫിൽ കപ്പലുകൾ നിർത്തിയിടാൻ പറ്റാത്ത അവസ്ഥയാണ്. ബീച്ചിലെ മെറീന ജെട്ടി മുതൽ പുതിയ വാർഫും ചെറിയ പുലിമുട്ടും നിർമ്മിച്ചാൽ തിരയടി ഒഴിവാക്കാനാകുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഇത് പരിഗണിച്ചാണ് തുറമുഖ വാർഫ് നീളം കൂട്ടാൻ അധികൃതർ പദ്ധതിയൊരുക്കിയത്. തുറമുഖത്ത് ലക്ഷദ്വീപ് കപ്പലുകൾ നിർത്തുന്നതിന് മാത്രമായി 200 മീറ്റർ വാർഫ് പണിയുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പഴയ വാർഫിനോട് ചേർന്ന് തുറമുഖ വകുപ്പ് അനുവദിച്ച പ്രദേശത്താണ് ലക്ഷദ്വീപ് ഭരണകൂടം പാസഞ്ചർ കം കാർഗോ ടെർമിനൽ നിർമ്മിക്കുന്നത്. 50 കോടിയോളം രൂപ അനുവദിച്ച പദ്ധതിയുടെ പ്രകൃതി ആഘാത പഠനം പൂർത്തിയായിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കാനാകുമെന്നതാണ് പ്രതീക്ഷ. ഇതുകൂടി സജ്ജമാകുന്നതോടെ ബേപ്പൂർ തുറമുഖത്ത് ആകെ 660 മീറ്ററിൽ വാർഫ് സജ്ജമാകും. കാർഷിക രംഗത്ത് പുത്തൻ നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് പ്രവാസിയായ പത്തരപ്പള്ളി ബാവ. പ്രദേശത്ത് തരിശായി കിടന്നിരുന്ന 40 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് ഇദ്ദേഹം കൃഷി ഇറക്കുന്നത്. തിരൂർ പന്തൽമനയിലെ മധുവിന്റെ 40 ഏക്കർ ഭൂമിയിലാണ് പന്തരംപള്ളി ബാവ എന്ന കർഷകൻ വിത്തിറക്കി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനൊരുങ്ങുന്നത്. വർഷങ്ങളോളം തരിശായി കിടന്ന ഭൂമി ഉഴുതുമറിച്ച് കൃഷിയോഗ്യമാക്കി. നടീൽ ഉദ്ഘാടനം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CH അബു യൂസഫ് ഗുരുക്കൾ നിർവഹിച്ചു. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും മാതൃകാപരമാണെന്നും നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് മാത്രമേ നല്ല ഒരു കർഷകനാകാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. നടീൽ യന്ത്രം ഉപയോഗിച്ചാണ് ഞാറ് നടൽ നടക്കുന്നത്. 5 ദിവസം കൊണ്ട് 40 ഏക്കർ മുഴുവനായും ഞാറ് നടാനാകുമെന്നാണ് പ്രതീക്ഷ. പാലക്കാട് നിന്നും കൊണ്ടുവന്ന ജ്യോതിനത്തിൽപ്പെട്ട വിത്താണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. 90 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പാകമാകുന്ന വിത്തിന് ഗുണനിലവാരവും കൂടുതലാണെന്ന് കർഷകർ പറയുന്നു. പട്ടാമ്പി ബ്ലോക്കിന് കീഴിൽ പരിശീലനം ലഭിച്ച 9 വനിതാ തൊഴിലാളികളാണ് നടീൽ യന്ത്രത്തിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച കൃഷി വരും വർഷം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് കർഷകനായ ബാവയുടെ തീരുമാനം.
ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി INS പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രന് പൌരവലി സ്വീകരണം നൽകി. ടാഗോർ ഹാളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തിച്ച മേഖലയിലെല്ലാം വിജയം കൈവരിച്ച വ്യക്തിത്വമാണ് PV ചന്ദ്രന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രന് കോഴിക്കോട്ടെ പൌരവലി സ്വീകരണം നൽകി. ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പൌരാവലിയുടെ ഉപഹാരം മുഖ്യമന്ത്രി സമർപ്പിച്ചു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രവർത്തിച്ച മേഖലകളിലെല്ലാം വിജയിച്ച വ്യക്തിയാണ് PV ചന്ദ്രനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബിസിനസിലും മാധ്യമരംഗത്തും സാമൂഹിക പ്രവർത്തന രംഗത്തുമെല്ലാം അദ്ദേഹം മികവ് തെളിയിച്ചു. INS അധ്യക്ഷ സ്ഥാനത്തും അദ്ദേഹം തിളങ്ങുമെന്ന് ഉറപ്പുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായ രംഗത്ത്, മാധ്യമരംഗത്ത്, സാമൂഹ്യ സാംസ്കാരിക മേഖലകളില്, പൊതുപ്രവർത്തന രംഗങ്ങളിലെല്ലാം തന്റെ സൗമ്യമായ പെരുമാറ്റം കൊണ്ട്, കൃത്യമായ സമീപനം കൊണ്ട് എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി പ്രവർത്തിക്കുന്ന മേഖലകളിലെല്ലാം അദ്ദേഹത്തിന് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. MK രാഘവൻ MP PV ചന്ദ്രനെ പൊന്നാടി അണിയിച്ചു. A പ്രദീപ് കുമാർ MLA ഹാരാർപ്പണം നടത്തി. MP വീരേന്ദ്രകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി, പുരുഷൻ കടലുണ്ടി MLA ഡോക്ടർ MGS നാരായണൻ, താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ, CPI നേതാവ് പന്നി രവീന്ദ്രൻ, BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ, മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ O അബ്ദുറഹിമാൻ, മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ്, ഏഷ്യാനെറ്റ് എഡിറ്റർ MG രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് CEO KP മോഹനൻ, PV ഗംഗാധരൻ, മുൻ മേയർമാരായ M ഭാസ്കരൻ, CJ റോബിൻ, അഡ്വക്കേറ്റ് A ശങ്കരൻ, PA ഹംസ, ഡോക്ടർ K മൊയ്തു, NC അബൂബക്കർ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, PK അഹമ്മദ്, നടൻ കോഴിക്കോട് നാരായണൻ നായർ, അഡ്വക്കേറ്റ് MT പത്മ, M മെഹബൂബ്, CA മോഹനൻ, അഡ്വക്കേറ്റ് T സിദ്ദിഖ്, KT രഘുനാഥ്, അഡ്വക്കേറ്റ് M രാജൻ എന്നിവർ സംസാരിച്ചു. PV ചന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. CDA കോളനി നിവാസികളോടുള്ള ഭരണാധികാരികളുടെ അവഗണനയ്ക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എരഞ്ഞിപ്പാലം 64 വാർഡ് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. എരഞ്ഞിപ്പാലം ജനതാ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് ബാങ്ക് പരിസരത്ത് DCC പ്രസിഡന്റ് KC അബു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. CDA കോളനിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എരഞ്ഞിപ്പാലം 64 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. മഴക്കാലമായതിനാൽ CDA കോളനിയിലെ 160ഓളം വീടുകളിൽ വെള്ളം കയറി വീട്ടുകാർ ഒഴിഞ്ഞുപോകേണ്ട സ്ഥിതിയാണ്. വയനാട് റോഡിൽ നിന്ന് തുടങ്ങി കനോലി കനാലിൽ ചേരുന്ന ഓവുചാൽ ചെറുതും ആഴം കുറഞ്ഞതുമാണ് ഇതിന് കാരണം. ഓവുചാൽ വീതിയും ആഴവും കൂട്ടിയാൽ CDA കോളനിയിൽ വെള്ളം കയറുന്നതിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് ധർണയിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഇതിന് കോർപ്പറേഷൻ തുനിയുന്നില്ലെന്ന് ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ DCC വൈസ് പ്രസിഡന്റ് EK ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഓരോ പ്രാവശ്യം കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേരുമ്പോഴും കുറെ കൂക്കുകളിയും തമ്മിൽ തല്ലുമല്ലാതെ നഗരത്തെ നേരിടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി ഒരു ചർച്ച നടത്താനോ പരിഹാരം നിർദ്ദേശിക്കാനോ ഈ ഭരണകൂടത്തിന് ഇന്നുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. KPCC സെക്രട്ടറി K ജയന്ത് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ജോളി ജെറോം അധ്യക്ഷം വഹിച്ചു. KPCC എക്സിക്യൂട്ടീവ് അംഗം K രാമചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി KP ബാബു, DCC ജനറൽ സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ, വെള്ളയിൽ ബ്ലോക്ക് പ്രസിഡന്റ് CP സലീം, എരഞ്ഞിപ്പാലം മണ്ഡലം പ്രസിഡന്റ് N ഭാഗ്യനാഥ്,
KT അരവിന്ദാക്ഷൻ, കരുപ്പാളി ചിന്നൻ, TV അതുൽ, P ലോഹിതാക്ഷൻ, ശശി നെടുപ്പാശ്ശേരി എന്നിവർ സംസാരിച്ചു. മതേതര സമാജം കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ചരിത്രം, മാർക്സ്, ഗാന്ധി എന്ന തലക്കെട്ടിൽ പ്രഭാഷണവും ചർച്ചയും സംഘടിപ്പിച്ചു. ആക്ടിവിസ്റ്റ് VP വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. മതേതര സമാജം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മാസം തോറും നടത്തിവരാനുള്ള പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ചരിത്രം, മാർക്സ്, ഗാന്ധി എന്ന വിഷയത്തിൽ പ്രഭാഷണവും ചർച്ചയും സംഘടിപ്പിച്ചു. കോഴിക്കോട് ശിക്ഷണത്തിൽ നടന്ന പരിപാടിയിൽ VP വാസുദേവൻ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. അത് ചരിത്രത്തിന്റെ വീക്ഷണത്തിൽ രണ്ട് ചോദ്യമാണുള്ളത്. വ്യക്തി ചരിത്രം നിർമ്മിക്കുന്നു, ചരിത്രം വ്യക്തിയെ നിർമ്മിക്കുന്നുവോ എന്നൊക്കെ തർക്കിക്കാറുണ്ട്. ആ തർക്കത്തിൽ ഇത് ഒരു ഇന്റഗ്രേറ്റഡ് പൊസിഷനാണ്. പൂർവപക്ഷം, ഉത്തരപക്ഷം, സിദ്ധാന്തമൊന്നുമില്ലേ. ഇതൊരു സിദ്ധാന്തമാണ്. ആ രണ്ടും ഇതിന്റെ പൂർവപക്ഷമായിട്ടും ഉത്തരപക്ഷമായിട്ടും നിൽക്കുന്നു. സിദ്ധാന്തം എന്താണ്? ചരിത്രം വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ വ്യക്തികൾക്ക് അത്ര പ്രാധാന്യമില്ലാത്ത ഒരു സമൂഹത്തിൽ നമുക്ക് ചക്രം കണ്ടുപിടിച്ചവന്റെയോ എഴുത്ത് കണ്ടുപിടിച്ചവന്റെയോ ഭാഷ കണ്ടുപിടിച്ചവന്റെയോ പേരറിഞ്ഞുകൂടാ. KP രാജഗോപാലൻ അധ്യക്ഷനായിരുന്നു. P ഗോകുൽദാസ്, ഗദിജ മുംതാസ്, MN കാരശ്ശേരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അമലാപുരി ലിജൻ ഓഫ് മേരി 45ാം വാർഷിക സമ്മേളനം അമലാപുരി പള്ളിയിൽ നടന്നു. ചേവായൂർ നിത്യസഹായമാതാ ചർച്ച് വികാരി റവറന്റ് ഫാദർ ജോസഫ് കീലത്ത് സമ്മേളന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അമലാപുരി ലീജിയൻ ഓഫ് മേരി 45ാം വാർഷിക സമ്മേളനം ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്നു. റവറന്റ് ഫാദർ ജോർജ് പുഞ്ചായിൽ CMI അധ്യക്ഷം വഹിച്ച പരിപാടി ചേവായൂർ നിത്യസഹായമാതാ ചർച്ച് വികാരി റവറന്റ് ഫാദർ ജോസ് കീലത്ത് ഉദ്ഘാടനം ചെയ്തു. ഓരോ വിദേശയാത്രയിൽ പോകുന്നതിന് മുമ്പായിട്ടും അതിനുശേഷം തിരിച്ചു വരുമ്പോഴും മാർപ്പാപ്പ ആദ്യമായിട്ട് ഈ മാതാവിന്റെ പള്ളിയിൽ പോയിട്ട് നന്ദി പറഞ്ഞിട്ടാണ് തന്റെ താമസ സ്ഥലമായ സാന്ത മാർത്തായുടെ ഭവനത്തിലേക്ക് പോവുക എന്നുള്ളത്. വളരെ തിരക്കുള്ള പരിശുദ്ധ പിതാവ് മാതാവിനോട് എത്രമാത്രം ഭക്തി കാണിക്കുന്നു. അമലാപുരി ലീജിയൻ ഓഫ് മേരി പ്രസിഡന്റ് ബ്രദർ ജോൺ ആലപ്പാട്ട്, ഷാജി കടങ്ങാട്ട്, ഫ്രാൻസിസ് ചിറ്റിലപ്പള്ളി, റവറന്റ് ഫാദർ ഷിജു കളരിക്കൽ, റവറന്റ് C ദോയിസ് ജേക്കബ്, ഏലിയാമ നാഗുലോലി, ജൂല ചാക്കോ കിഴക്കയിൽ, ജോർജ് താടിക്കാരൻ, ഡെയ്സി ജോൺ ആലപ്പാട്ട്, റീത്ത ലോറൻസ്, ഡെയ്സി കുര്യാക്കോസ്, മേരിക്കുട്ടി ജോസ്, ചെറിയാൻ വലിയ വീട്ടിൽ, ആന്റണി ജേക്കബ് ചാവറ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കേന്ദ്രവിഹിതമായ 45 കോടി രൂപ ചെലവിൽ ക്യാൻസർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന ആധുനിക സംവിധാനങ്ങളോട് കൂടിയ തൃതീയ ക്യാൻസർ സെന്റർ തറക്കല്ലിടലും മരുന്ന് ഗുണനിലവാര പരിശോധന ലബോറട്ടറി ഉദ്ഘാടനവും ഒക്ടോബർ 1 വ്യാഴാഴ്ച 4 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ അധ്യക്ഷത വഹിക്കും. സാമൂഹ്യനീതി പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ അർബുദ ശസ്ത്രക്രിയാ തിയേറ്റർ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PV നാരായണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സദ്ഗുരു ശ്രീ ശരവണ ബാബയുടെ 36ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി നടത്തുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ ഒക്ടോബർ 4 തുടക്കം കുറിക്കും. MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ദേശപോഷിണി കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് സദ്ഗുരു ശ്രീ ശരവണ ബാബാജി ഭദ്രദീപം തെളിയിക്കുമെന്നും മഠം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N വേണു. നിയമനാധികാരവും ശമ്പളവും നൽകാതെ അധ്യാപകരോട് കാണിക്കുന്ന നീതി നിഷേധം അവസാനിപ്പിക്കണമെന്ന് നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സ് ഫോറം. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണ പരിപാടികൾ. മാനാഞ്ചിറയിൽ മനുഷ്യച്ചങ്ങലയും മാജിക് ഷോയും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.